പ്രേക്ഷകർ വല്ലാതെ ആഗ്രഹിക്കുന്നു, ചോദിക്കുന്നു. ഇപ്പം ഈ കമൽഹാസൻ രജനീകാന്തൊക്കെ ഒന്നിക്കുന്നത് പോലെ എന്ന് ശ്രീ മോഹൻലാലും ഉർവശിയും അഭിനയത്തിൻ്റെ 2 ധ്രുവങ്ങൾ, എത്രയോ വലിയ ഹിറ്റുകൾ, എത്രയോ വലിയ ഓർമ്മകൾ, നിങ്ങൾ ഒരുമിക്കാൻ ഒരു സിനിമയും ഒരു സബ്ജക്റ്റും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ആരെങ്കിലുമൊക്കെ നല്ല സ്ക്രിപ്റ്റ് കൊണ്ടുവന്നാലല്ലേ. കാരണം ഇപ്പം മറ്റൊരു ഹീറോയിൻ അഭിനയിക്കുന്ന പോലല്ല, ഞാനും ലാലേട്ടും ചെയ്യുമ്പോൾ അതിനകത്തൊരു ഹ്യൂമറിൻ്റെ വലിയ എലിമെൻറ്റ് പ്രതീക്ഷിക്കും. ഒരു സീരിയസ് ഫിലിം അല്ല, ഒരു തുടരുമല്ലായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ആ ഒരു വ്യത്യാസം കൊണ്ട് അത് എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും കുറേ പുതിയ ഡയറക്ടേഴ്സ് എന്നോട് പറയും, ചേച്ചി ലാലേട്ടൻ പക്ഷേ നിങ്ങൾ സ്ക്രിപ്റ്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവില്ലേ. കാരണം ചെയ്തു വെച്ചിരിക്കുന്ന ഈ പടങ്ങളുടെ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു സിനിമ അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അല്ലാതെ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ല, തീർച്ചയായിട്ടും. അല്ല, അത് അങ്ങനെ ഒരു സിനിമ കിട്ടാത്തത് കൊണ്ടാണ്. നോർമൽ ഫിലിമിലേക്ക് ഒരു റീ എൻട്രി പറ്റില്ല. സിനിമകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അറിയത്തില്ലായിരുന്നു. ഞാൻ തമിഴിലേക്ക് ഒരു 95ഓടുകൂടി അങ്ങോട്ട് പോയി. പിന്നെ തമിഴിൽ എൻ്റെ ഒരു വലിയൊരു റീ എൻട്രി ആയിരുന്നു. മൈക്കിൾ മദന കാമരാജൻ, അങ്ങനെ ഇങ്ങനെ അവിടുത്തെ സ്റ്റേറ്റ് അവാർഡ്, അവിടുത്തെ മകളിർ മട്ടും കുറേ സിനിമകളുമായിട്ട് അങ്ങനെ ഒരു പോക്കായിരുന്നു. മായ ബസാർ 1995 എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വരുന്ന അച്ചുവിൻ്റെ അമ്മയാണൊരു